അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മഴ വർഷിക്കും പ്രകാരം ഖൈറും ബറക്കത്തും നമ്മിലേക്ക് വന്നു ചേരാൻ ഉപകരിക്കുന്ന ഒരു ആത്മീയമായ അറിവിനെയാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിത്യജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നവർ, സാമ്പത്തികമായ പ്രതിസന്ധികൾ, ദാരിദ്ര്യം, കഷ്ടപ്പാട്, കടം, രോഗം, കച്ചവടത്തിൽ പരാജയം, ബിസിനസ്സിൽ പരാജയം, കടം കൊടുത്ത് കുടുങ്ങിയവർ, എന്ത് ചെയ്തിട്ടും പുരോഗതി വരാത്തവർ, വീട്ടിലും സമ്പത്തിലും മക്കളിലും ബറക്കത്തില്ല എന്ന് പരാതി പറയുന്നവർ, ഈ രൂപത്തിലുള്ള ഒരുപാട് ആളുകൾ നമുക്കിടയിൽ കാണാൻ കഴിയും. ഈ ആളുകൾക്കൊക്കെ ഉപകരിക്കുന്ന ആത്മീയമായ അറിവിനെയാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. റബ്ബിലേക്ക് അടുക്കുക, മുത്തുനബിയുടെ പാത പിൻപറ്റുക, 5 വക്ത് കൃത്യമായി നിസ്കരിക്കുക, അള്ളാഹുവിനെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ജീവിക്കുക, മാതാപിതാക്കളുടെ പൊരുത്തം നേടുക, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, പലിശയുമായി ബന്ധപ്പെടാതിരിക്കുക, ഒരാളെയും ഉപദ്രവിക്കാതിരിക്കുക, വിഷമിപ്പിക്കാതിരിക്കുക, കുടുംബബന്ധം പുലർത്തുക, തെറ്റി നിൽക്കാതിരിക്കുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ നല്ല ബറക്കത്തും ഐശ്വര്യവും സന്തോഷവും സമാധാനവും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. മഴ വർഷിക്കും പ്രകാരം ഭക്ഷണം വർദ്ധിക്കാൻ, നിന്റെ സകല കാര്യങ്ങളിലും ഖൈറും ബറക്കത്തും ലഭിക്കാൻ ഇനി പറയുന്ന കാര്യങ്ങൾ നീ ശ്രദ്ധിച്ചാൽ മതിയാകും. കിതാബു സആദയിൽ ഈ കാര്യങ്ങൾ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദിവസവും നിങ്ങൾക്ക് കഴിയുന്ന ഒരു സമയം, രാത്രിയിലോ പകലിലോ ഏത് സമയമാവട്ടെ, ആദ്യം സൂറത്ത് യാസീൻ ഒരു തവണ പാരായണം ചെയ്യുക. തുടർന്ന് സൂറത്തുൽ വാഖിഅ ഒരു തവണ പാരായണം ചെയ്യുക. സൂറത്തുൽ വാഖിഅയുടെയും യാസീനിൻ്റെയും ശ്രേഷ്ഠതകളും ഫലങ്ങളുമൊക്കെ ധാരാളം നമ്മുടെ ചാനലിലൂടെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതുമാണ്. ഇത് രണ്ടും ഓതിക്കഴിഞ്ഞതിന് ശേഷം ഇനി പറയുന്ന ദിക്ർ 100 തവണ ചൊല്ലണം. അതിന് കഴിയാത്ത ആളുകളാണെങ്കിൽ 40 തവണയെങ്കിലും ചൊല്ലാൻ വേണ്ടി ശ്രമിക്കണം. ഇനി അതിനും സമയമില്ലാത്തവരാണെങ്കിൽ ഒരു നിശ്ചിത എണ്ണം കണക്കാക്കി നിങ്ങൾക്ക് കഴിയുന്ന അത്ര ഈ ദിക്റിനെ നിങ്ങൾ ചൊല്ലണം. ദിക്ർ പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ ഹുവ നിഅമൽ മൗലാ വ നിഅമൻ നസ്വീർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ ഹുവ നിഅമൽ മൗലാ വ നിഅമൻ നസ്വീർ. ഈ ദിക്റിനെയാണ് പറഞ്ഞ എണ്ണം ചൊല്ലേണ്ടത്. ഇങ്ങനെ കൃത്യമായി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് മഴ വർഷിക്കുന്നത് പ്രകാരം നമ്മിലേക്ക് അനുഗ്രഹങ്ങൾ വന്നുകൊണ്ടിരിക്കും. ജീവിതത്തിൽ പകർത്താൻ നാം ശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക, ഒരു മാഷാ അല്ലാഹ് കമൻ്റായി രേഖപ്പെടുത്തുക. പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.